വല്ലാത്തൊരു വല്ലിടങ്ങേറ്, വല്ലാത്തൊരു വല്ലിടങ്ങേറ്, വല്ലാത്തൊരു 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 വല്ലിടങ്ങേറ്, വല്ലാത്തൊരു വല്ലിടങ്ങേറ്. വല്ലാത്തൊരു വല്ലിടങ്ങേറ്. സ്കൂൾ പഠിക്കണ കാലം തൊട്ട് തന്നെ ഞങ്ങൾ പരിചയക്കാരാ. ഓനക്ക് 2 വയസ്സ്, ഇന്ത്യനെക്കാട്ടി 2 വയസ്സ് കുറവാണെങ്കിലും താടി മുടിയൊക്കെ ഓൻ്റെ നിരച്ചിക്കണ്. മറ്റേ കുന്ത്രാണ്ടം ഉണ്ടല്ലോ, ഏത് ആ കറുപ്പിക്കണ കുന്ത്രാണ്ടം, അതുണ്ടായി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവൂല. മൂപ്പർക്ക് കറുപ്പിക്കേണ്ടി വരും. ആ ഓനക്കിപ്പോൾ കുറേ കുട്ടികളില്ലേ, ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും നിറച്ച ആൾക്കാരെ പറ്റൂല. കുട്ടികൾക്ക് മാത്രമല്ല. അല്ല കാസിംക, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ? ആ ചോയ്ക്ക്. അല്ല, മൂപ്പർക്ക് 2 മാത്രമേ ഉള്ളൂ? അല്ല, നമ്മളിൽ 3, 4 ആവാ. എന്നാലും നിന്റെ സംസാരം എങ്ങോട്ടാണ് പോകണമെന്ന് എനിക്ക് മനസ്സിലായി. നീ ഇന്നാള് പറഞ്ഞില്ലേ മൂപ്പര് സൂക്ഷിച്ചടക്കുകയാണെന്ന്. അൻ്റെ മാതിരി ഈ നാട്ടിൽ പലർക്കും സംശയം ഉണ്ടായിരുന്നു. എന്നാ ഒരു കാര്യം കേട്ടോ, 2ാമത്തെ കെട്ടിന് കാരണക്കാരന് ഈ ഞാനാണ്. നിനക്കറിയാലോ 99-ലുണ്ടായ ആ വിമാനാപകടം. അതിലുണ്ടായിരുന്ന ചുരുക്കം ചിലർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ പണിതുകൊണ്ടിരിക്കുന്ന വീട് പണി പൂർത്തീകരിച്ച് താമസിക്കാന്ന് കരുതിയിട്ടാ നസീമയും മോനും ഭർത്താവൊക്കെ ആ ഫ്ലൈറ്റിൽ കയറിയത്. പക്ഷേ ജാബിറെ, വിധി ആർക്കും തടുക്കാൻ പറ്റില്ലല്ലോ. ചെറിയ പരിക്കുകളോട് കൂടിയിട്ടാ നസീമി മോന് രക്ഷപ്പെട്ടത്. കത്തിക്കരിഞ്ഞ കരിക്കട്ടയായിട്ടാ നസീമക്ക് അവളെ ഭർത്താവിനെ തിരിച്ചു കിട്ടിയത്. അതോടെ അവളുടെ മാനസിക നില ആകെ തെറ്റി. താളം തെറ്റിയെന്ന് മാത്രമല്ല, ശരിക്കും ഭ്രാന്ത. ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തത്. ആ സമയത്ത് തന്നെയാ എൻ്റെ ഭാര്യ ആയിഷ മെൻ്റൽ ഡിപ്രഷനായിട്ട് അഡ്മിറ്റായത്. 2 ദിവസത്തോളം അഡ്മിറ്റ് ആയിരുന്നു. നസീമാൻ്റെ തൊട്ടിപ്പുറത്താ ഞങ്ങൾ കിടന്നിരുന്നത്. ഞങ്ങളെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് അബു അവിടെ വരാറുണ്ടായിരുന്നു. ആ സമയത്ത് നസീമക്ക് നല്ല മാറ്റമുണ്ടായിരുന്നു. അത് അബുവിനെ കണ്ടിട്ടാന്നാ പിന്നെ എനിക്ക് മനസ്സിലായത്. അതിനൊരു കാരണമുണ്ട്. രൂപത്തിലും ഭാവത്തിലുമൊക്കെ അബുവിൻ്റെ സാദൃശ്യമുണ്ട് ഓളെ ഭർത്താവിന്. ആയിഷ ഓളെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഞങ്ങളൊരു തീരുമാനത്തിലെത്തി. നസീമാനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അബുവിൻ്റെ സാമീപ്യം ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. അത് ഞങ്ങൾ അബുവിനോട് സംസാരിച്ച് അതിനോൻ തയ്യാറായിരുന്നു. പക്ഷേ എന്നാ പിന്നെ അലാലായിരിക്കണമെന്ന് ഓന് നിർബന്ധമായിരുന്നു.
അങ്ങനെയാണ് ആ നിക്കാഹ് ഉണ്ടായത്. ഇപ്പൊ നസീമാത്തനെ കണ്ട അങ്ങനൊന്നും തോന്നൂല കേട്ടോ. അതാണ് പടച്ചോൻ്റെ ഒരു കൂട്ടിച്ചേർക്കൽ. എത്ര സന്തോഷത്തിലാ അവരിപ്പല്ലേ. അതാണ്. അബൂക്ക കാരണം കുറെ ആളുകൾ ഇങ്ങനെ ജീവിക്കണ്ടില്ലേ. എൻ്റെ കാര്യമല്ല നിങ്ങൾക്കറിയോ. എന്നെ റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടിയെന്നല്ലേ നിങ്ങൾക്കറിയുള്ളൂ. ഞാനെങ്ങനെ അവിടെ എത്തിയെന്ന് നിങ്ങൾക്കറിയാം. ആരോരില്ലാത്ത ഞാൻ ഒരുപാട് കറങ്ങി തിരിഞ്ഞിട്ടാണ് ഈ നാട്ടിലെത്തിയത്. ഡ്രൈവിംഗ് സ്കൂളിൽ പണിയെടുത്തുകൊണ്ട് ഞാനൊരു വീട്ടിൽ ഡ്രൈവറായിട്ട് ജോലിക്കായിരുന്നു. വല്ലാത്തൊരു വല്ലിടങ്ങേറ്, വല്ലാത്തൊരു വല്ലിടങ്ങേറ്, വല്ലാത്തൊരു 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 വല്ലിടങ്ങേറ്.